കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ ഒരു നേതാവ് ഇപ്പോഴത്തെ വിഷയത്തിൽ എൻ്റെ കൂടെയുണ്ടെന്ന് PV അൻവർ MLA. പല MLAമാരും MP മാരും മാറി നിൽക്കുന്ന പല നേതാക്കളും എന്നെ ബന്ധപ്പെടുന്നുണ്ടെന്ന് PV അൻവർ പറഞ്ഞു. തോമസ് കെ തോമസ് ബന്ധപ്പെടില്ല. ഇപ്പം എല്ലാവരും ബന്ധപ്പെടാൻ പോകില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരാളെയും ബന്ധപ്പെടില്ല. ഇപ്പം ചൊവ്വാഴ്ച സഭയിലെത്തില്ലോ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇവരൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരുപാട് MLAമാരുണ്ട്. അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന CPM-ലെ MLAമാർ പലരും, മുൻ MLAമാരും മുൻ MP-മാരും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ എന്താ പറയുക ഫീലിംഗ് ഉണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ, സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ചെറുതും വലുതുമായവർ ഈ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്, എഞ്ചിനിങ്ങനെ പോകുമല്ലോ. കേട്ടില്ലേ, നമ്മൾ ബോഗി വളർത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുഭവമില്ലേ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ കാണുമല്ലോ. അതുപോലെ ഇപ്പോഴത്തെ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ബോഗി പല സ്ഥലത്തേക്ക് കിടക്കാം. ഈ എഞ്ചിനിങ്ങനെ പോയി ഇവിടെ നിന്ന് കൊടുക്കും, പിന്നെ അങ്ങനെ പോകും, അവിടെ നിന്ന് കൊടുക്കും. അങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു 2 റൗണ്ട് എടുക്കുമ്പോൾ കുറേ ബോഗികൾ ഇതിൽ ഘടിപ്പിക്കപ്പെടും. അതാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഈ കണ്ണൂരിലെ നേതാവ് CPM-കാരനാണോ? ഉണ്ടായതിനു ശേഷം അങ്ങയുമായി സംസാരിച്ചിരുന്നു. അവരുടെ പിന്തുണ അങ്ങേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഉറപ്പാക്കാനായി? ഞാൻ ഒരു രാഷ്ട്രീയ നേതാവുമായി, ഒരു സാമൂഹിക നേതാവുമായി, ഒരു സാംസ്കാരിക നേതാവുമായി, ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതാവുമായിട്ട് ഒന്നും ഞാൻ സംസാരിക്കും. ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പറയപ്പെട്ട മനുഷ്യരൊക്കെ കൂടുതൽ കേൾക്കുന്നത് ഞാൻ പബ്ലിക്കായിട്ട് ഈ മുതല കൂടി ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഒരാളും ഞാൻ സംസാരിക്കുന്നില്ല. സംസാരിക്കേണ്ട ഘട്ടം പൊളിറ്റിക്കലി അതിൻ്റെ ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ ആദ്യത്തെ മതിയില്ല. നിയമസഭയിൽ നക്ഷത്രത്തിനുള്ള പല ചോദ്യം ഒഴിവാക്കി എന്നുള്ളൊരു ആരോപണപ്പെട്ടിരുന്നു. താങ്കളുടെ ചോദ്യങ്ങളൊക്കെ അങ്ങനെ മാറ്റിയിരുന്നു. അല്ല, നക്ഷത്രത്തിൽപ്പെട്ട ചോദ്യം വന്നാണ് എന്താ സ്ഥിതി? സഭയിൽ അതിന് മന്ത്രിമാർ മറുപടി പറയുന്നു. അപ്പൊ നക്ഷത്ര ചിഹ്നമിട്ട് എന്ന് ഗദ്രിയിൽ ഒരു MLA കൊടുക്കുന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെയാണ്. അത് മാറ്റാനുള്ള അധികാരം സ്പീക്കറുടെ ഓഫീസിനില്ല. സ്പീക്കറുടെ ഓഫീസ് അത് വെട്ടിയിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി അത് കടലാസ് വെട്ടിയിലാക്കിയിട്ട് സ്പീക്കറുടെ ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലും വെക്കുന്ന രീതിയല്ല. നക്ഷത്ര ചിഹ്നം വെട്ടുന്ന ചോദ്യം ഉന്നയിച്ചാൽ അത് സഭയിൽ വേണം, കൺസേൺ മിനിസ്റ്റർ ആൻസർ പറയണം. അത് ഒരു സാമാജികനുള്ള മിനിമം അധികാരമാണ്, അവകാശമാണ്. അതാണ് ഇപ്പോൾ കാട്ടി പറഞ്ഞിരിക്കുന്നത്.